ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ പരിക്കേറ്റ കോൺഗ്രസ് നേതാവ് PM നിയാസ് ബേബി മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുന്നു. CPM അക്രമം നടത്തുമ്പോൾ പോലീസ് നോക്കുകുത്തിയായെന്ന് നിയാസ് പറയുന്നു. വോട്ടെടുപ്പ് സുഗമമായി നടത്താൻ ഗുണ്ടകൾ അനുവദിക്കില്ല എന്ന് നിയാസിന്റെ പ്രതികരണം. ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ PM നിയാസ് ഇപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രി ചികിത്സയിലാണ്. അദ്ദേഹം നമ്മളൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ നമ്മൾ വോട്ട് ചെയ്യാൻ തടസ്സപ്പെടുത്തിക്കൊണ്ട് CPM ആളുകൾ അവിടെ വന്നപ്പോൾ പോലീസിനോട് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു. MP MK രാഘവനും DC പ്രസിഡൻറ്റും SC സിദ്ദീഖ് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസ് അത് ഗൗരവമായി എടുത്തില്ല എന്ന് മാത്രമല്ല വോട്ട് ചെയ്യുന്ന ആളുകളെ തടയുന്ന അവസ്ഥ വന്നു. അപ്പോൾ അവിടെ നിന്നും ആളുകളെ മാറി ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താൻ ആളുകൾക്ക് വന്ന് വോട്ട് ചെയ്യാൻ ഉള്ള ശ്രമം നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ CPM വളരെ ഫലപ്രദമായി നടത്തി. ഞങ്ങളൊക്കെ ചവിട്ടി അടിക്കുകയും എൻ്റെ ഇവിടെയൊക്കെ ചവിട്ടി അവർ പഠിക്കുക. ഞങ്ങൾ കർണറൊക്കെ അടിച്ച് പൊടിച്ചു. ഒരു വലിയ രീതിയിലുള്ള സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നെഞ്ഞിനൊരു ചവിട്ടി, ഒരു ഊരയ്ക്ക് ചവിട്ടി, കണ്ണിന് ഇത് കണ്ടൊക്കെ നമ്മുടെ കണ്ണട മുഴുവനും അടിച്ച് പൊട്ടിച്ച് ചവിട്ടി കളഞ്ഞു. നമ്മളെ സംബന്ധിച്ച് നമുക്കിവിടെ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. പക്ഷെ അത് ഗുണ്ടകൾ അവർ 11 മണിക്ക് ശേഷം തന്നെ തെരഞ്ഞെടുപ്പ് ചെയ്യാൻ ആളുകളെ സമ്മതിക്കാത്ത രീതിയിൽ അവിടെ പോലീസ് നോക്കി നിൽക്കുകയാണ്. അതൊരു ഭീകരമായ അന്തരീക്ഷമാണ്. ഡോക്ടർ ഇപ്പോൾ കുറച്ച് വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് സ്കാൻ ചെയ്യണം ഇതിലൊക്കെ. ഇവിടെ പെയിനൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ ചെയ്ത് ശരി വിശ്രമിക്കണം. എന്തായാലും തിരഞ്ഞെടുപ്പ് സുഗമമായി നടത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഗുണ്ട ആക്രമണമാണ് നടന്നതെന്നാണ് PM നിയാസ് പറയുന്നത്. എന്തായാലും ചികിത്സ തുടരുകയാണ് ബേബി മെമ്മോറിയൽ ആശുപത്രി.